നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വീണ്ടും MOPയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നേരെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ആദ്യത്തെ ചോദ്യം, കറണ്ട് ഫയലിലെയും നോട്ട് ഫയലിലെയും പേജുകൾ ഏത് രീതിയിലാണ് നമ്പർ ഇടേണ്ടത്? ഇപ്പൊ കറണ്ട് ഫയലിലെയും നോട്ട് ഫയലിലെയും പേരുകളിൽ സീരിയലി നമ്പേർഡ് ഇടണം. അതിന്റെ ആൻസർ ഏത് രീതിയിലാണെന്ന് ചോദിച്ചാല് നമ്പേർഡ് സെപ്പറേറ്റ്ലി എന്നാണ്. പ്രത്യേകം നമ്പർ ഇടണം. കറണ്ട് ഫയലിന് വേറെ നമ്പർ, നോട്ട് ഫയലിന് വേറെ നമ്പർ. അടുത്ത ചോദ്യം, ഫുൾ സ്കാപ്പ് സൈസ് പേപ്പറിന്റെ ഇരുവശങ്ങളിലും നൽകേണ്ട മാർജിൻ എത്രയാണ്? ഫുൾ സ്കാപ്പ് സൈസ് പേപ്പറിന്റെ ഇരുവശങ്ങളിലും നൽകേണ്ട മാർജിൻ എത്രയായിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. 1/3, 1/3. ഓക്കെ. നോട്ട് ഫയലിന്റെ മുകളിൽ ഏത് നിറത്തിലുള്ള ഫ്ലൈ ലീഫാണ് ഉപയോഗിക്കുന്നത്? ഓർമ്മിക്കുക, നോട്ട് ഫയലാണ്. നോട്ട് ഫയലിന്റെ മുകളിൽ ഏത് നിറത്തിലുള്ള ഫ്ലൈ ലീഫാണ് ഉപയോഗിക്കുന്നത്? നോട്ട് ഫയലില് മഞ്ഞയാണ്. മഞ്ഞ ശരിയായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പേപ്പറുകൾ ഒറിജിനലായി അയക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡിസ്പോസൽ ഏതാണ്? അതായത് പേപ്പർ അങ്ങനെ തന്നെ അത് സൂക്ഷിക്കുന്നില്ല, ഒറിജിനലായിട്ട് അയക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡിസ്പോസൽ ഏതാണ്? എൻ ഡിസ്പോസലാണ്. അത് നിൽ ഡിസ്പോസൽ എന്ന് പറയും. എൻ ഡിസ്പോസലിന്റെ പ്രത്യേകത എന്താ? ഫയലിന്റെ ഒറിജിനൽ അടക്കം അങ്ങ് അയക്കുകയാണ്, പിന്നെ ഒറിജിനലിന്റെ കോപ്പി ഒന്നും അവിടെ വെക്കുകയില്ല. അതാണ് എൻ ഡിസ്പോസൽ. അടുത്ത ചോദ്യം, ഒരു ഡ്രാഫ്റ്റ് അംഗീകരിക്കുമ്പോൾ ഓഫീസർ ഇടേണ്ടത്? ഒരു ഡ്രാഫ്റ്റ് നമ്മൾ തയ്യാറാക്കി ഓഫീസർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് അംഗീകരിക്കുമ്പോൾ ഓഫീസർ എന്താ ഇടേണ്ടതെന്നാണ് ചോദ്യം. അത് ചുരുക്കപ്പേര് അല്ലെങ്കിൽ ചുരുക്കയൊപ്പ് അല്ലെങ്കിൽ ഇനീഷ്യൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫുൾ സിഗ്നേച്ചർ അല്ല. ഡ്രാഫ്റ്റ് അംഗീകരിക്കുമ്പോൾ ഒരു ഇനീഷ്യൽ ആണ് ഇടുക, അല്ലെങ്കിൽ ചുരുക്ക ഒപ്പ് എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, സ്ഥിരമായി സൂക്ഷിക്കേണ്ട ഡിസ്പോസൽ ഏതാണ്? നമുക്കറിയാം, അത് റീറ്റെയിൻ ഡിസ്പോസൽ ആണ്. അപ്പോൾ 6 ഡിസ്പോസൽ ആണ് സ്ഥിരമായി സൂക്ഷിക്കേണ്ട ഫയലുകളുടെ ഉപയോഗിക്കുന്ന ഡിസ്പോസൽ ഫോം. 3 വർഷം മാത്രം സൂക്ഷിക്കേണ്ട ഡിസ്പോസൽ കേഡിസ് ആണ്. കേഡിസ് കീപ്പ് ഡിസ്പോസൽ ആണ്. അത് 3 വർഷമാണ് സൂക്ഷിക്കേണ്ടത്. ഏത് തരം ഡിസ്പോസലുകളാണ് ഇൻഡെക്സ് ചെയ്യേണ്ടത്? നിർബന്ധമായിട്ടും ഇൻഡെക്സ് ചെയ്യേണ്ട ഡിസ്പോസൽ എന്ന് പറയുന്നത് 6ഉം ഡിയും ആണ്. അതായത് 6 എന്ന് പറഞ്ഞാൽ ഫുൾ മുഴുവനും നശിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഡി എന്ന് പറയുന്നത് 10 വർഷം. അടുത്ത ചോദ്യം, ഇൻഡെക്സ് സ്ലിപ്പിന്റെ ഫോം ഏതാണ്? ഇൻഡെക്സ് സ്ലിപ്പിന്റെ ഫോം ഏതാണ്? ഫോം 5 ആണ്. 5 എന്ന് പറയുന്നത് റോമൻ ലെറ്റർ 5 ആണ്. അടുത്തത്, ഒരു പ്രത്യേക പേപ്പറിനെ സൂചിപ്പിക്കുന്ന ഇൻഡെക്സ് എൻട്രിയെ എന്ത് വിളിക്കുന്നു? ഇൻഡെക്സ് എൻട്രി, പ്രത്യേക പേപ്പറിനെ സൂചിപ്പിക്കുന്ന ഇൻഡെക്സ് എൻട്രിയെ എന്ത് വിളിക്കുന്നു? അതിന് ടൈറ്റിൽ എന്ന് നമ്മൾ പറയുന്നത്. കേസുകളുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ, അതായത് സ്യൂട്ട്സ്. കേസ് എന്ന് പറഞ്ഞാൽ കേസ് തന്നെ, നമ്മൾ ഈ ഒഫീഷ്യൽ കേസ് അല്ല. കേസുമായി അല്ലെങ്കിൽ സ്യൂട്ട്സ് ആയി ബന്ധപ്പെട്ട പേപ്പറുകൾ ഏത് ഹെഡിന് കീഴിലാണ് ഇൻഡെക്സ് ചെയ്യുക? ആ ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിന്റെ കീഴിൽ ഏത് കീഴിലാന്ന് ചോദിച്ചാൽ സ്യൂട്ട്സിന്റെ കീഴിലാണ്. സ്യൂട്ട്സ്, SUITS, സ്യൂട്ട്സ്. MOPയുടെ അടിസ്ഥാനത്തിൽ AS എന്ന് പറഞ്ഞാൽ എന്താണ്? AS, MOP പ്രകാരം AS, A.S ആണ്. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാല് അപ്പീൽ സ്യൂട്ട് എന്നാണ്. AS എന്ന് പറഞ്ഞാൽ അപ്പീൽ സ്യൂട്ട്. അടുത്ത ചോദ്യം, ഒരു ഡിപ്പാർട്ട്മെന്റൽ ഓഫീസർ MLAയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട കത്തിന്റെ രൂപം. MLAക്ക് ഒരു കത്ത് അയക്കുമ്പോൾ ഏത് ഫോർമാറ്റിലാണ് നമ്മൾ അയക്കേണ്ടതെന്നാണ് ചോദ്യം. അത് ആൻസർ ലെറ്റർ ഫോമാണ്. MLAക്ക് അയക്കുന്നത് ലെറ്റർ ഫോമാണ്. ഓഫീസ് മേധാവി തന്റെ നിയമപരമായ അധികാരം ഉപയോഗിച്ച് തീരുമാനമെടുക്കുമ്പോൾ എന്താണ് അതിന് പറയുന്നത്? ആ അന്തിമ തീരുമാനത്തിന് പറയുന്ന
പേരെന്താ പിന്നെ നിയമപര അധികാരം ഉപയോഗിച്ച് തീരുമാനം എടുക്കുന്നത് ഏത് ഫോർമാറ്റിലാണ്? അത് പ്രൊസീഡിങ്സ് ഫോമിലാണ്. പ്രൊസീഡിങ്സ് ഫോം. അടുത്ത ചോദ്യം, മെമ്മോറാണ്ടങ്ങളിൽ ഒപ്പിടാൻ അധികാരമുള്ളത് ആർക്കാണ്? മെമ്മോറാണ്ടങ്ങളിൽ ഒപ്പിടാൻ അധികാരമുള്ളത് ആർക്കാണ്? സൂപ്രണ്ട് ഓഫ് സെക്ഷൻസ്, സെക്ഷൻ സൂപ്രണ്ടിനാണ്. കോർപ്പറേഷൻ കമ്മീഷണർ ബാർ സെക്രട്ടറി അവർക്ക് അയക്കുന്ന കത്തുകൾ ആര് മുഖാന്തരമായിരിക്കണം? കോർപ്പറേഷൻ കമ്മീഷണർക്കോ അല്ലെ കോർപ്പറേഷൻ സെക്രട്ടറിക്കോ അയക്കുന്ന കത്തുകൾ ആര് മുഖാന്തരമാണ് അയക്കേണ്ടത്? നമുക്കറിയാം കോർപ്പറേഷനിലാണ്, അപ്പോൾ അയക്കേണ്ടത് കോർപ്പറേഷൻ മേയർ മുഖാന്തരമാണ്. അടുത്ത ചോദ്യം, പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് അയക്കുന്ന കത്തുകൾ ആരെ അഭിസംബോധന ചെയ്തതായിരിക്കണം? PSCക്ക് അയക്കുന്ന കത്തുകൾ ആരെ അഭിസംബോധന ചെയ്തതായിരിക്കണം എന്നാണ്. അത് PSC സെക്രട്ടറി, PSCയിലാവുമ്പോൾ അത് സെക്രട്ടറിയെ അഭിസംബോധന ചെയ്തതായിരിക്കണം. ഇനി എല്ലാ കത്തുകളിലും അവസാന വരി എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ എന്തായിരിക്കണം എന്നാണ് ചോദ്യം. അവസാന വരി എങ്ങനെയായിരിക്കും? നമ്മൾ കത്ത് എഴുതുമ്പോൾ അവസാനം ഇതിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നായിരിക്കണം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നായിരിക്കണം. അടുത്ത ചോദ്യം, തപാലുകൾ കൃത്യസമയത്ത് അയക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നേരിട്ട് ഉത്തരവാദിത്തപ്പെട്ടത് ആരാണ്? അതായത് തപാലുകള് പേപ്പേഴ്സ് കൃത്യസമയത്ത് അയക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ, അതായത് നമ്മൾ സെക്ഷനിൽ നിന്ന് പിന്നെ നോട്ട് എഴുതി ഡ്രാഫ്റ്റ് നടത്തി ഒപ്പിട്ട് അത് അവസാനം എത്തിച്ചേരുന്നത് ഫെയർ കോപ്പിയിലാണ്. ആ ഫെയർ കോപ്പിയിൽ നിന്നാണ് ഇത് നമ്മൾ പുറത്തേക്ക് വിടുന്നത്, അയക്കുന്നത്. അപ്പൊ അയക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഫെയർ കോപ്പി സെക്ഷൻ സൂപ്രണ്ടിനാണ്. ഫെയർ കോപ്പി സെക്ഷൻ സൂപ്രണ്ടിനാണ്. അടുത്ത ചോദ്യം, നടപടിക്രമങ്ങളുടെ ആ ഫോർമാറ്റിൽ ഒരു ഐറ്റത്തിലെ ആദ്യ വാക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ മാർജിനും വാക്കും തമ്മിൽ എത്ര സ്പേസ് വിടണം? നമുക്കറിയാലോ, ഒരു പാരഗ്രാഫ് തിരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ പാരഗ്രാഫ് തിരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യ വരി ലേശം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇടുക. അത് എത്ര സ്പേസാ വിടേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളിൽ പ്രൊസീഡിങ്സിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും അറ്റത്ത് തന്നെ തുടങ്ങിയല്ല, ഒരു പാരഗ്രാഫ് തിരിച്ചിട്ടാണ് തുടങ്ങുക. അങ്ങനെ പാരഗ്രാഫ് തിരിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ വരി ഇത്തിരി അങ്ങോട്ട് മാറ്റിയിട്ടിടാം. അപ്പോൾ എത്രയുണ്ട് ആ സ്പേസ് എന്ന് പറഞ്ഞു? അത് 5 or 6 അക്ഷരങ്ങളുടെ സ്പേസ്, ലെറ്റേഴ്സിന്റെ 5 or 6 ലെറ്റേഴ്സിന്റെ സ്പേസ് വിട്ടിട്ടാണ് ടൈപ്പ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, അതൊക്കെ ടൈപ്പിങ്ങിൽ ഇതെല്ലാം MOPയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാത്തിനും ഒരു ചട്ടവും വട്ടവും ഒക്കെ ഉണ്ട്, അതാണ് അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, അടുത്ത ചോദ്യം, എല്ലാ ഫെയർ കോപ്പികളും എത്ര സ്പേസിങ്ങിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഈ ടൈപ്പ് റൈറ്റിംഗിൽ ടൈപ്പിംഗ് പല പിന്നെ സിംഗിൾ സ്പേസിങ്ങും ഡബിൾ സ്പേസിങ്ങും ഒക്കെ ഉണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എല്ലാ ഫെയർ കോപ്പികളും എത്ര സ്പേസിങ്ങിലാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സംശയമൊന്നുമില്ല, സിംഗിൾ സ്പേസിങ്ങിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ടൈപ്പിസ്റ്റ് തന്റെ പേരിന്റെ ആദ്യ അക്ഷരങ്ങളും തീയതിയും ഫെയർ കോപ്പിയുടെ ഏതു ഭാഗത്താണ് രേഖപ്പെടുത്തേണ്ടത്? ടൈപ്പിസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ അക്ഷരങ്ങളും ഒരു ചെറിയ ഇനീഷ്യലും തീയതിയും രേഖപ്പെടുത്തും. അത് ഫെയർ കോപ്പിയുടെ എവിടെയാണ് രേഖപ്പെടുത്തുക എന്നാണ്. അത് ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിൽ, ലെഫ്റ്റ് ഹാൻഡ് കോർണർ അറ്റ് ദി എൻഡ് ഓഫ് ദ ഫെയർ കോപ്പിയുടെ താഴെ ഇടതുവശത്താണ് അത് രേഖപ്പെടുത്തുന്നത്. ടൈപ്പിസ്റ്റ് തന്റെ പേരിന്റെ ആദ്യ അക്ഷരങ്ങളും തീയതിയും രേഖപ്പെടുത്തും. അത് ടൈപ്പിസ്റ്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, അടുത്ത ചോദ്യം, ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്ററിന്റെ ഫോം ഏതാണ്? ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ. അപ്പൊ ഡെയിലി വർക്ക് ലോഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്, അതിന്റെ ഫോം എന്ന് പറയുന്നത് ഫോം 16 ആണ്. ഫോം നമ്പർ റോമൻ ലെറ്റർ ആണ് ഈ പറയുന്നത് കേട്ടോ. റോമൻ നമ്പർ 16. അടുത്തത്, റിക്വസിഷൻ സ്ലിപ്പിന്റെ ഫോം ഏതാണ്? റിക്വസിഷൻ സ്ലിപ്പ് എങ്ങോട്ട് കൊടുക്കുന്നതാണ്? നമ്മൾ പിന്നെ സ്റ്റോർ കീപ്പർ അടുത്തേക്ക് കൊടുക്കുന്ന റിക്വസ്റ്റ് ആണ്. ആ സ്ലിപ്പിന്റെ ഫോറം ഏതാണ് എന്നാണ് ചോദിച്ചത്. അത് ഫോറം 9 ആണ്. 9 എന്ന് പറയുന്നത് റോമൻ നമ്പർ 9.
അടുത്ത ചോദ്യം. ഒരു കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്നതിനോ കൂടുതൽ വ്യക്തമാക്കുന്നതിനോ വേണ്ടി അതിനോടൊപ്പം ചേർക്കുന്ന ഒരു മറ്റൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, പ്ലാന്, സ്കെച്ച്, അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെ എല്ലാം കൂടി വിളിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനാണ് നമ്മൾ എൻക്ലോഷർ എന്ന് പറയുന്നത്. എൻക്ലോഷർ സാധാരണഗതിയിൽ ഈ MOP അനുസരിച്ച് ഒരു പ്രധാന കത്തിന്റെയോ അപേക്ഷയുടെയോ കൂടെ അനുബന്ധമായിട്ട് അയക്കുന്ന രേഖകളെയാണ് നമ്മൾ എൻക്ലോഷർ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഫയലിലെ റഫറൻസിനായിട്ട് വെച്ചിട്ടുള്ള പേപ്പറുകൾ എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനായി അവയുടെ മുകളിൽ അക്ഷരങ്ങളോ അക്കങ്ങളോ രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ പതിപ്പിക്കുന്ന രീതിക്ക് നമ്മൾ പറയുന്ന പേരെന്താണ്? അതാണ് ചോദ്യം. ഒരു ഫയലിലെ റഫറൻസിനായിട്ട് വെച്ചിട്ടുള്ള പേപ്പറുകൾ എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനായിട്ട് അവയുടെ മുകളിൽ ഒന്നുകിൽ ആൽഫബറ്റ്സ് വെക്കും, അല്ലെ അക്ഷരങ്ങൾ, അല്ലെങ്കിൽ അറബിക്കോ റോമൻ ന്യൂമറൽസ് വെക്കും, അക്കങ്ങൾ വെക്കും. അത് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ലിപ്പുകൾ പതിപ്പിക്കും. ആ പതിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? അതിനാണ് ആൻസർ ഫ്ലാഗിങ് എന്ന് പറയുന്നത്. ഫ്ലാഗിങ് മലയാളത്തിൽ കൊടികുത്തൽ എന്നൊക്കെ പറയും. അപ്പോൾ അത് ഒരു ഫയലിലെ റഫറൻസിനായിട്ട് വെച്ചിട്ടുള്ള പേപ്പറുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മുകളിൽ ഇത് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഫ്ലാഗിങ്, ഇപ്പൊ ഫ്ലാഗിങ് ഞാൻ പറഞ്ഞു. ഇതുപോലെ വേറൊരു ടേമാണ് റഫറൻസിങ്. കൂട്ടത്തിൽ അങ്ങ് പറയാണ്. റഫറൻസിങ് എന്ന് പറയുന്നത് ഒരു ഫയലിലെ കുറിപ്പുകളിൽ, നോട്ട്സിൽ മറ്റ് റഫറൻസ് പേപ്പറുകളെ പറ്റി സൂചിപ്പിക്കുന്ന, നമുക്ക് ഈ ഫയൽ തീരുമാനം എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന മറ്റ് റഫറൻസ് പേപ്പറുകളെ പറ്റി സൂചിപ്പിക്കുന്ന രീതിക്കാണ് നമ്മൾ റഫറൻസിങ് എന്ന് പറയുന്നത്. നോട്ടിങ് നമ്മൾ പറഞ്ഞതാണ്. ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കുന്നതിനായി മുൻപത്തെ ചരിത്രവും നിയമങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള കുറിപ്പുകൾ, സെക്ഷനുകളൊക്കെ ആദ്യം തയ്യാറാക്കും. അതിനാണ് നമ്മൾ നോട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ ഡ്രാഫ്റ്റിംഗ് ഞാൻ പറഞ്ഞതാണ്. വേറൊരു ടേം ഡ്രാഫ്റ്റിംഗ് ആണ്. ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കത്തോ ഉത്തരവോ അയക്കുന്നതിന് മുമ്പായിട്ട് തയ്യാറാക്കുന്ന അതിന്റെ പകർപ്പാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം. ഓഫീസ് ഒരു കമ്മ്യൂണിക്കേഷൻ പകർപ്പ് അത് കോപ്പിങ് എന്നാ പറയുന്നത്. അത് എടുത്തിട്ട് ബന്ധപ്പെട്ട വ്യക്തിക്കോ അതോറിറ്റിക്കോ അയച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഡിസ്പാച്ച് ചെയ്യുന്ന ആകെ പ്രക്രിയയെ പറയുന്ന പേരെന്താണ്? ആ പ്രക്രിയ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ എന്താന്ന് പറഞ്ഞാല് ഒരു കമ്മ്യൂണിക്കേഷൻ പകർപ്പെടുത്തു, കോപ്പി എടുത്തു എന്നർത്ഥം. അത് എന്നതിന് ശേഷം കമ്മ്യൂണിക്കേഷന്റെ കോപ്പി എടുത്ത് ബന്ധപ്പെട്ട വ്യക്തിക്കോ അതോറിറ്റിക്കോ അയച്ചു കൊടുക്കാം, ഡെസ്പാച്ച് ചെയ്യാം. അതിന്റെ ആകെ ആ പ്രോസസ്സിന് പറയുന്ന പേര്. അപ്പൊ കോപ്പി എടുത്ത് ഡെസ്പാച്ച് ചെയ്യാം, ആ പ്രക്രിയക്ക് ആകെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. അതിനാണ് നമ്മൾ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ടേം പറയാം, ഈ ഇഷ്യൂ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ. അപ്പൊ ഇഷ്യൂ മനസ്സിലായിട്ടുണ്ടാവും. ഇഷ്യൂ എന്ന് പറയുന്നത് MOP അനുസരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ പകർപ്പെടുത്തു, കോപ്പിംഗ് നടത്തി. അതിനുശേഷം അത് ബന്ധപ്പെട്ട വ്യക്തിക്കോ അതോറിറ്റിക്കോ നമ്മൾ അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡെസ്പാച്ച് ചെയ്യുന്നു. ഈ ടോട്ടൽ പ്രോസസ്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ടോട്ടൽ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇഷ്യൂ എന്നത്. ഇനി നമ്മൾ ഡെസ്പാച്ച് എന്ന് മാത്രമാണ് പറഞ്ഞെങ്കിൽ അത് കേട്ടോളൂ. ഡെസ്പാച്ച്, ഇപ്പൊ ഡെസ്പാച്ച് എന്ന് പറയുന്നത് കത്തുകൾ അയക്കുന്ന ഘട്ടം മാത്രമാണ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. ഒരു ഡെസ്പാച്ച് എന്ന് പറഞ്ഞാല് കത്തുകൾ അയക്കുന്ന മാത്രം ഘട്ടത്തെയാണ് നമ്മൾ ഡെസ്പാച്ച് എന്ന് പറയുന്നത്. ഇനി വേറൊരു ടൈമാണ് ഡിസ്പോസൽ. കേൾക്കണം, ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ ഒരു ഫയലിലോ ഒരു വിഷയത്തിലോ സബ്ജക്റ്റിലോ ഉള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ട് അത് അവസാനിപ്പിക്കുന്നതിനെയാണ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഒരു ഫയലിലോ വിഷയത്തിലോ ഉള്ള നടപടികൾ പൂർത്തിയാക്കി അത് അവസാനിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പോസൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് ഇഷ്യൂ പറഞ്ഞു, ഡെസ്പാച്ച് പറഞ്ഞു, ഡിസ്പോസൽ പറഞ്ഞു. ഇനി ലോക്കൽ ഡെലിവറി മറ്റൊരു ടേമാണ്. അപ്പൊ ലോക്കൽ ഡെലിവറി എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു ഓഫീസിനടുത്തുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് കത്തുകൾ എത്തിക്കുന്ന രീതിയാണ് ലോക്കൽ ഡെലിവറി. ഓഫീസിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ
നേരിട്ട് കത്തുകൾ എത്തിക്കുന്ന രീതിയാണ് ലോക്കൽ ഡെലിവറി. സാധാരണഗതിയിൽ ലോക്കൽ ഡെലിവറി ഇപ്പോൾ ഒരു രണ്ട് കവറുകളുണ്ട്, വേറൊരു ഓഫീസിലേക്ക് എത്തിക്കേണ്ട രണ്ട് കവറുകൾ. അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഓഫീസ് എങ്കിൽ ഈ ഓഫീസിൽ നിന്ന് ലോക്കൽ ഡെലിവറി ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ ആ രണ്ട് കവറുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചേർത്ത് ഒരു മെസ്സഞ്ചർ എടുത്ത് കൊടുത്തുവിടും. അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് കവറുകൾ അവിടെ ആ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ തപാൽ സെക്ഷൻ ഈ കവർ മേടിച്ചതിന് ശേഷം ലോക്കൽ ഡെലിവറി ബുക്കിൽ സൈൻ ചെയ്തു തരും. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കവറുകൾ അവിടെ റിസീവ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ലോക്കൽ ഡെലിവറി എന്ന് പറയുന്നത്. ഓഫീസിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് കത്തുകൾ എത്തിക്കുന്ന ഒരു രീതിയാണ് ലോക്കൽ ഡെലിവറി. അതിന് ഒരു ലോക്കൽ ഡെലിവറി രജിസ്റ്ററൊക്കെ സാധാരണ എല്ലാ ഓഫീസുകളിലും സൂക്ഷിക്കാറുണ്ട്. അടുത്ത ചോദ്യം, ഓഫീസിലെ നിലവിലുള്ള ഒരു കേസുമായിട്ട്, അതായത് നിലവിൽ പെൻഡിങ്ങിലുള്ള ഒരു കേസാണ്, ഡിസ്പോസൽ ആവാത്ത ഒരു കേസുമായിട്ട്, പെൻഡിങ് കേസുമായിട്ട് ബന്ധമില്ലാത്തതോ അല്ലെങ്കിൽ ഓഫീസിൽ തന്നെ രൂപം കൊള്ളുന്നതോ ആയ ഒരു പേപ്പറിനെ വിളിക്കുന്നത്. അതുമായി ബന്ധമില്ലാത്ത നിലവിൽ ഓഫീസിൽ നിലനിൽക്കുന്ന പെൻഡിങ് ആയിരിക്കുന്ന തീരുമാനമാകാത്ത ഒരു ഫയലുമായി ഒരു ബന്ധമില്ലാത്ത ഒരു പുതിയ പേപ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതിനാണ് നമ്മൾ ഒരു പുതിയ കേസ് എന്ന് പറയുക, ന്യൂ കേസ് എന്ന് പറയും. ന്യൂ കേസ്. ഇനി അടുത്ത ചോദ്യം, ഒരു കേസ് അതായത് ഒരു ഫയല് തീർപ്പാക്കുന്ന എളുപ്പമാക്കാൻ വേണ്ടി ക്ലർക്ക് തയ്യാറാക്കുന്ന കുറിപ്പിനെ പറയുന്ന പേരെന്താണ്? ഒരു കേസ് അല്ലെങ്കിൽ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫയല് തീർപ്പാക്കുന്നത് എളുപ്പമാക്കാൻ വേണ്ടി ക്ലർക്ക് തയ്യാറാക്കുന്ന കുറിപ്പിന്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നോട്ട് എന്ന് പറയുന്നത്. നോട്ട് എന്ന് പറയുന്നു. അപ്പൊ ഈ നോട്ട് എന്ന് പറഞ്ഞാല് ഒരു ഫയല് നമ്പർ ഇട്ട് സെക്ഷൻ ക്ലർക്കിന്റെ അടുത്ത് എത്തി, അതൊരു വിഷയമാണ്. ആ വിഷയത്തെ പറ്റി സെക്ഷൻ ക്ലർക്ക് ഒന്ന് പഠിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ ക്ലർക്ക് മുൻകാല രേഖകളുടെ സംഗ്രഹം, വസ്തുതകള്, നിർദ്ദേശങ്ങള് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന, അതായത് ഫയല് തീർപ്പാക്കുന്നത് സെക്ഷൻ ക്ലർക്കല്ല, മറിച്ച് ബന്ധപ്പെട്ട ഓഫീസറാണ്. ആ ഓഫീസർക്ക് ഈ ഫയല് തീർപ്പാക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു രേഖയാണ് സെക്ഷൻ ക്ലർക്ക് എഴുതുന്ന നോട്ട്. ആ നോട്ടില് എന്തൊക്കെ ഉണ്ടാവും? മുൻകാല രേഖകളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുൻകാല രേഖകളുടെ സംഗ്രഹം ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കുറെ വസ്തുതകൾ ഇതെഴുതും. സെക്ഷൻ ക്ലർക്കിന്റെ ഒരു നിർദ്ദേശവും എഴുതാം. കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ അനുവദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇന്നതുപോലെയാണ് കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകിയാലും, ഇങ്ങനെയൊക്കെ നോട്ട് പോവും അവസാനം. അപ്പോൾ അങ്ങനെ സഹായിക്കുന്ന ഒരു പാരഗ്രാഫാണ് ഈ ബന്ധപ്പെട്ട ഫയലിനെ കുറിച്ച്, ഈ കേസിനെ കുറിച്ച്, പുതുതായിട്ട് വന്നിട്ടുള്ള കേസിനെ കുറിച്ച് സെക്ഷൻ ക്ലർക്ക് വിശദമായ ഒരു ചരിത്രം എഴുതും. അതാണ് ഈ നോട്ട് എന്ന് പറയുന്നത്. ആ നോട്ടിന്റെ സഹായത്തോടു കൂടിയാണ്, നോട്ടിൽ എല്ലാ കാര്യങ്ങളും ഒരു തീരുമാനം മാത്രം എടുത്തിട്ടുണ്ടാവില്ല, സെക്ഷൻ ക്ലർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അത് സൂപ്രണ്ടിന്റെ അടുത്തേക്കാണ് എത്തുന്നതെങ്കിൽ സൂപ്രണ്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ടാണ് ഉത്തരവിനായിട്ട് ഹെഡ് ഓഫ് ഓഫീസിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഉത്തരവിടേണ്ട അതോറിറ്റിയുടെ അടുത്തേക്ക് ഈ ഫയല് പോകുന്നത്. ഇപ്പോ കുറിപ്പ് ഫയല് നമ്മൾ പറയാറുണ്ട്, ഇതാണ് നോട്ട്. അത് നോട്ട് ഫയൽ എന്ന് പറയുന്നത് അനൗദ്യോഗിക പരാമർശങ്ങൾ ഉണ്ടാവും, അൺഒഫീഷ്യൽ റെഫറൻസ്, അവയ്ക്കുള്ള മറുപടികൾ ഉൾപ്പെടെയുള്ള കുറിപ്പുകൾ ഈ നോട്ട് ഫയലിൽ ഉണ്ടാവും. അപ്പോ ഈ നോട്ട് ഫയലില് നോട്ടിങ് എന്ന് പറയുന്നത്, നോട്ടാണ് നമ്മൾ പറഞ്ഞത്, നോട്ടിങ് എന്ന് പറയും. ഒരു ഫയലിലെ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ക്ലർക്ക് എഴുതുന്ന പ്രക്രിയയാണ് ശരിക്കും ഈ നോട്ടിങ് എന്ന് പറയുന്നത്, നോട്ട് എഴുതുക എന്ന് പറയുന്നത്. ഇത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് വേഗത്തിലും കൃത്യമായിട്ടും ഒരു തീരുമാനത്തിലെത്താൻ സഹായിക്കുന്ന ഒന്നാണ് ശരിക്കും ഈ സെക്ഷൻ ക്ലർക്ക് എഴുതുന്ന
നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. ഒരു എ കേസ് അണ്ടർ ഡിസ്പോസൽ കൺസിസ്റ്റ് ഓർഡിനറി ഇൻ അഡീഷൻ ടു ദി പേപ്പേഴ്സ് ആൻഡ് ബുക്സ് പുട്ട് അപ്പ് ഫോർ റെഫറൻസ് ഓഫ് ടു മെയിൻ പോർഷൻസ് നെയ്മിലി. അതായത് തീർപ്പാക്കാനുള്ള ഒരു കേസിൽ ഫയലില് റെഫറൻസിനായിട്ട് വെച്ചിരിക്കുന്ന പേപ്പറുകളും പുസ്തകങ്ങൾക്കും പുറമെ സാധാരണയായിട്ട് രണ്ട് പ്രധാന ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവ ഏതെല്ലാമാണ്? ഏതിനു പുറമെ? തീർപ്പാക്കാനുള്ള ഒരു കേസിൽ, ഒരു പെൻഡിങ് കേസിൽ അല്ലെങ്കിൽ ഒരു ഫയലിൽ റഫറൻസിന് വെച്ചിരിക്കുന്ന പേപ്പറുകൾക്കും പുസ്തകങ്ങൾക്കും പുറമെ രണ്ട് പ്രധാന ഭാഗം ഉണ്ടാവുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാ. അതാണ് എന്ത് രണ്ട് ഭാഗങ്ങള്? ഒന്ന് കറണ്ട് ഫയലും മറ്റൊന്ന് നോട്ട് ഫയലും. കറണ്ട് ഫയലും നോട്ട് ഫയലും ഉണ്ടാവും. അപ്പൊ തീർപ്പാക്കാനുള്ള ഒരു ഫയലില് കറണ്ട് ഫയൽ ഉണ്ടാവും, നോട്ട് ഫയൽ ഉണ്ടാവും, റഫറൻസിനായിട്ട് വെച്ചിരിക്കുന്ന പേപ്പർ ഉണ്ടാവും, പുസ്തകങ്ങൾ റഫറൻസിനായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ചേർന്നതാണ് ഒരു ഫയല്, ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഫയലിനെ കുറിച്ചും നോട്ട് ഫയലിനെ കുറിച്ചും വീണ്ടും ഞാൻ പറയേണ്ട, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം. ഇനിയിപ്പോൾ നമ്മൾ ഒരു അനൗദ്യോഗിക റഫറൻസുകൾ, അതിനുള്ള മറുപടികൾ, അൺഒഫീഷ്യൽ ആയിട്ടുള്ള റഫറൻസ്, അതിനുള്ള മറുപടികൾ, നമ്മൾ ഡെമി ഒഫീഷ്യൽ കത്തുകൾ, അതായത് ഡിഒ ലെറ്റർ അയച്ചിട്ടുണ്ടെങ്കിൽ അത്, ടെലിഫോൺ സന്ദേശങ്ങളുണ്ടെങ്കിൽ അത്, എന്നിവ ഉൾപ്പെടുന്ന കുറിപ്പുകൾ ഏത് ഫയലിലാണ് അടങ്ങിയിരിക്കുന്നത്? ഡെമി ഒഫീഷ്യൽ കത്തുകൾ, അതിനെപ്പറ്റിയുള്ള കുറിപ്പുകൾ, ടെലിഫോൺ സന്ദേശത്തെ പറ്റിയുള്ള കുറിപ്പുകൾ, ഇതെല്ലാം കൂടി പിന്നെ അൺഒഫീഷ്യൽ റെഫറൻസുകൾ, അതിൻ്റെ മറുപടികൾ, ഇതൊക്കെ ഏത് ഫയലിലാണ് അടങ്ങിയിരിക്കുന്നത്? അതൊക്കെ നോട്ട് ഫയലിലാണ് അടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു വിഷയത്തിൽ ഇപ്പൊ നോട്ട് ഫയൽ, വീണ്ടും അങ്ങനത്തെ ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കുന്നതിനായിട്ട് ഉദ്യോഗസ്ഥർ എഴുതുന്ന കുറിപ്പുകളും അനൗദ്യോഗിക ചർച്ചകളും നോട്ട് ഫയലിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് MOPയുടെ പ്ലേലിസ്റ്റിലെ 20ാമത്തെ എപ്പിസോഡാണ്. പ്ലേലിസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 20 എപ്പിസോഡുകളും നിങ്ങൾക്ക് കേൾക്കാം. എന്തെങ്കിലും മനസ്സിലാവാത്തൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. എപ്പോഴും കമൻറ്റ് ബോക്സ് നോക്കാൻ കഴിയില്ല, സമയം ഉണ്ടാവില്ല. കാരണം ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് എല്ലാ കമൻറ്റ് ബോക്സുകളും ശ്രദ്ധിച്ച് കൃത്യമായ മറുപടി അപ്പപ്പോൾ കൊടുക്കാൻ കഴിയണമെന്നില്ല. എങ്കിലും നല്ല ക്വസ്റ്റ്യൻസ് റെലവൻ്റ് ആയിട്ടുള്ള സംശയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സംശയങ്ങൾക്ക് ഒരു ഫർദർ എക്സ്പ്ലനേഷൻ നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നല്ലതാണെങ്കിൽ നല്ലതെന്നൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ അത് കേൾക്കുമ്പോൾ, നിങ്ങളുടെ ഒരു കമൻറ്റ് കേൾക്കുമ്പോൾ, അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായിരിക്കും, സംശയമില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ MOP എഴുതുന്ന ജീവനക്കാർക്ക് ഇത് അയച്ചു കൊടുക്കണം. അവരും എഴുതട്ടെ. പിന്നെ മറ്റൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും എന്നെ കേട്ട, ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.